അടിപൊളി ഇറാനിപ്പോൾ നമ്മൾ ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതാ 2 ഇറാനിപ്പോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇറാനിപ്പോൾ ഉണ്ടാക്കിയതെന്ന് വീഡിയോ കണ്ടാലോ? ഇത് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കണം. ഇനി വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി അല്പം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കട്ട് ചെയ്ത തക്കാളി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത തക്കാളിയും ഒരു പീസ് ക്യാപ്സിക്കം കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു നുള്ളും മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് അല്പം മസാലപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഇതിലേക്ക് ചേർക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടെ ചെയ്യാം. ഇപ്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മുട്ട എടുത്ത് വെച്ചാണ് ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദ ഇടുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടി ഇട്ട് ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായി വരണം. നമ്മളിനി ഈ ബീറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ബീറ്റർ കൂടി ഇതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഉള്ള ചിക്കൻ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം.